ബോയ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു. സാധാരണ 5:45 അലാറം വെച്ചാലും 6 മണിയാവും എണീക്കാൻ. ഇന്ന് 5:30 തന്നെ എണീച്ച്. ബിക്കോസ് നമ്മൾ ഇന്നലെ വെച്ച ഓട്സ് ഉണ്ട് തിന്നാൻ, അതുകൊണ്ടാവുന്നു നേരത്തെ എണീച്ച്. നമുക്ക് എന്തായാലും പത്രമിടാൻ പോവാം. അതിനിപ്പോൾ തന്നെ ഈ ഓട്സ് കൊടുക്കാം. അങ്ങോട്ട് നമുക്ക് അവിടെ എവിടെയും പാടത്തോടെയും പോയി തിന്നാം ഗൈസ്. ഒരു വൈബല്ലേ. രാവിലെ തന്നെ കുറച്ച് വെള്ളം കുടിക്കാം. രാവിലെ തന്നെ വെള്ളം കുടിക്കേണ്ടത് എല്ലാത്തിനും നല്ലതാണ്. നീച്ചപാടെ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് കുടിക്കാം. നേരത്തെ അതിൽ പറഞ്ഞു ചെരുപ്പ് ഇതാണ് നമ്മളെ അങ്ങാടിത്തെ കരിഷ്മ. ഇപ്പോൾ ടീംസ് മൊത്തം ഉണ്ടല്ലോ. ഞാൻ ഫോണ് നോക്കി നടക്കാൻ ഇപ്പം എല്ലാം പാടി നെല്ലത്ത് എറിയുന്നു. മക്കളെല്ലാം കണ്ടില്ല. നമ്മളിപ്പോൾ പാടത്താണ്. ഇവിടെ നമുക്ക് ഓടിച്ച നൈസ്. ഇവിടെ ആകുമ്പോൾ അതിന് പറ്റിയൊരു ആംബിയൻസ് ഉണ്ട്, നല്ല രസമാണ്. ഇവിടെ അങ്ങനെ ആരും ഉണ്ടാവില്ലേ, എപ്പോഴെങ്കിലൊക്കെ ആരും ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ഈ ടൈമിൽ ആരും വലിയ ഫോണവിടെ വെക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വെക്കുന്നു. പയം കൂടിക്കണു, എന്നാലും ഹാപ്പിയാണ്, ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാം, പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ. ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തിന്നുന്നില്ല. എനിക്ക് പണ്ടേ പോലെ ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിന്നുണ്ട് പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തിന്നുക, അത് നല്ല രസമാണ്. അതുപോലെ രാവിലെ സൈക്കിളായിട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്താ പറയുക, പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഫീൽ ഗുഡ് സോങ്സ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ പോവാം, നല്ല രസം. തണുപ്പും മഞ്ഞ് കോടൊക്കെ ഉണ്ടാകുമ്പോൾ. പക്ഷെ അങ്ങനെ എപ്പോഴും പോകാൻ പറ്റില്ല. ഈ പത്രം ഉണ്ടായതുകൊണ്ട് ഇത് സാധനം ഇടാതെ ഒടുക്കും പോകാൻ പറ്റില്ല. അങ്ങനെ വിഷയമുണ്ട്. ഗൈസ്, ഒരു 8 കാലി ആത്മഹത്യ ചെയ്ത് ഇന്നലെ രാത്രി സംഭവം. വലക്ക് ഉറപ്പുണ്ടാകാൻ നോക്കിയതാണല്ലോ, അങ്ങോട്ടാണ് തൂങ്ങിയതാണല്ലോ, മരിച്ചു പോകുന്നു. ഇതെല്ലാം നമുക്ക് നീങ്ങാം ഗൈസ്, തെറിക്കാം ഗൈസ്. ചിലവരാരെങ്കിലൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് പെരിയിൽ നിന്നാൽ പോരെന്ന്. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി വെച്ചു, ഇന്ന് രാവിലെ 10 മണി മുമ്പ് തിന്നാണെങ്കിൽ അത് തിന്നുകാണ് നടക്കുമ്പോൾ പിന്നെയും പൈക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലും തിന്നേണ്ടി വരും. ഇനിയിപ്പോൾ അവിടെ എത്തിൻ്റെ ശേഷം നിന്നാണെങ്കിൽ ഞാൻ എത്തിയ പാടെ തന്നെ ജിമ്മ് കയറലാണ്. പയം തിന്നുമ്പോഴൊക്കെ പെട്ടെന്ന് ദഹിക്കും. അതുകൊണ്ട് പയം നമുക്ക് ജിമ്മ് പോണിയാകുമ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പേ തിന്നാൽ മതി. ഈ സാധനം എന്ന് പറയേണ്ടത് കാപ്സും ഒക്കെ അടങ്ങിയതല്ലേ, അപ്പോൾ ദഹിക്കാനൊരു 40 മിനിറ്റ് ഒക്കെ ആവും. അപ്പോൾ നമ്മളിപ്പോൾ തിന്നാൽ അപ്പോൾ നടക്കുമ്പോൾ പൈക്കില്ല, എന്നാൽ 40 മിനിറ്റ് കറക്റ്റ് ആവും ചെയ്യും. ജിമ്മിൽ പോകുമ്പോൾ എല്ലാം എനർജി ഉണ്ടാവും. ഇത് ഞാൻ പത്രം ഇട്ടിട്ട് കാണാം. അങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ടുകാണ്ട് ഇങ്ങനെ നടക്കട്ടെ. ഗുയ്സ്, നമ്മൾ വീട്ടിലെത്തി. ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പിന്നെ ജിമ്മിൽ പോകാം. ഹലോ മമ്മി, അസ്സലാമു അലൈക്കും.
ഇന്നത്തെ കടി കറിയോ? കറിയില്ലേ? മുട്ടയും തക്കാളി പത്തിരിയും പീനട്ട് ബട്ടറോ? ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്. പത്തിരി കുട്ടിയല്ലേ? പത്തിരി പീനട്ട് ബട്ടറോ? എന്താ ഇല്ല. അപ്പൊ രസം ഉണ്ടാവില്ലേ? പുട്ടും പീനട്ട് ബട്ടർ ആക്കിയാലോ? കടലക്കാരനായാലോ? കടലിന്റെ ടേസ്റ്റിൽ വേറെ അത് ശരിയാണ്. നമുക്കിനി ജിമ്മിൽ പോകാം. ലെറ്റ്സ് ഗോ ആൻഡ് ഹിറ്റ് ദി ജിം. ഹിറ്റ് ദി ജിം. ജിമ്മെത്തി വർക്കൗട്ട് ചെയ്തിട്ട് വരാം. ഗൈസ് ജിമ്മ് കഴിഞ്ഞു. ഇതിപ്പോൾ ചാർജും കഴിഞ്ഞു. ഇത് കുത്തിക്കട്ടെ. മറ്റേ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ കുറച്ച് പ്ലാൻ ചെയ്യാണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി റെഡിയാക്കാണ്ട് ഒരു ടൈം ടേബിൾ ഒക്കെ ഞാൻ ചാർജ് കയറിയിട്ട് ഞാൻ പറയാം. ഗൈസ് നമ്മളെ ട്രൈപ്പോഡ് റെഡിയായി. നമ്മൾ ട്രൈപ്പോഡ് ഇവിടെ സംഭവം സാധനം ഇവിടെ ഉണ്ടേന്, പക്ഷേ ഇത് പൊടിയറ്റ് ആകെ എവിടെ പോയിരുന്നു. ഇതൊക്കെ എടുത്ത് തുറന്ന് ഈ സാധനമൊക്കെ പുതിയത് വെച്ചു. എൻ്റെ ചങ്ങായി എനിക്ക് വെറുതെ തന്നാണ്, ഗിഫ്റ്റ് തന്നാണ്. യെസ്, ഇങ്ങനെയൊക്കെയാണ് നിൽക്കുകയാണ്. എന്താ വെച്ചാൽ സ്വല്പം സ്കിൻ കെയർ ആവാം ഇന്ന്. ഏതേ ആണ്ടൊരു കൊല്ലത്തിനെ ചെയ്യുള്ളൂ, മൂടി വരുമ്പോൾ. ഇന്ന് എന്തായാലും ചെയ്യാം. സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഒരു ഫേസ് മാസ്ക് ഉണ്ട് ഇവിടെ, ചാർക്കോളിൻ്റെ. അത് നമുക്കൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, കേക്ക് കളയാം, പിന്നെ കുളിക്കാം, പിന്നെ നമുക്ക് അടുത്ത പണിയിലോട്ട് കിടക്കാം. ഇംഗ്ലീഷ് ലെസൺ അങ്ങനെ അങ്ങനെ അങ്ങനെ. ബന്ധാന 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 ബന്ധാന. ഗൈസ് ഇതാണ് ചാർക്കോളിൻ്റെ ഫേസ് വാഷ്, ചാർക്കോളിൻ്റെ ഫേസ് മാസ്ക്. സ്കിൻ കെയർ എന്ന സംഭവം ശരിക്കും എന്താ പറയുക, ഒരു മേക്കപ്പ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ഗേൾസിന് ഉപയോഗിക്കുന്നതല്ല. ഇത് ബോയ്സിനും ഉപയോഗിക്കാം. സ്കിൻ കെയർ പറഞ്ഞാൽ സ്കിന്ന് കെയർ ചെയ്യാനുള്ളൊരു സംഭവമാണ്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ആദ്യം നല്ല ഉപയോഗിച്ചിന്. കുറേ ഫേസ് വാഷ് ഇതൊക്കെ വാങ്ങിക്കണം, പക്ഷേ സ്കിൻ കെയർ ആവണില്ല. അതാണ് ഇതിന് മെയിൻ പ്രശ്നം. ഇതിന് കുറച്ച് ഫണ്ട് വിട്ട പരിപാടിയാണ്, മനസ്സിലായി. അപ്പോൾ പിന്നെ കുറേയൊക്കെ നിർത്തി. പിന്നെ ഇത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇടും. ഇത് എപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഇത് ലാസ്റ്റ് ഇട്ട് എന്നാൽ പെരുന്നാളിൻ്റെ അന്നേറ്റ് ഇട്ടത്. പിന്നെ ഇപ്പോൾ എന്തോ ഒരു മൂഡ് എന്ന്, അപ്പോൾ അങ്ങനെ ഇടാൻ നിൽക്കണം. അപ്പോൾ സ്കിൻ കെയർ അറിയേണ്ടത് എന്താ പറയുക, ചിലരൊരു ധാരണ ഉണ്ടാവും ഒരു ഗേൾസ് ചെയ്യുന്ന പരിപാടിയാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ആർക്കും ചെയ്യാം. പക്ഷേ ഈ പ്രശ്നം അതാണ്, ഈ സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ നോക്കി കണ്ടു വാങ്ങണം. ഞാൻ അത്ര പോലെ വാങ്ങിക്കണം, ഒരു സെൽഫ് കുറേ ഉണ്ട്. ഞാൻ വാങ്ങിയിട്ട് നല്ല പോലെയുള്ള സാധനം വളരെ കുറച്ചുള്ളൂ, ബാക്കി എല്ലാം തേച്ചിട്ട് ഒരു ഗുണം കിട്ടണില്ല. ഇവിടെ പിമ്പിൾസൊക്കെ പൊന്തുക. അങ്ങനെ സ്കിന്ന് കെയർ ആവണില്ല, സ്കിന്ന് കേട് വരികയാണ് തേക്കുമ്പോൾ ഇടയ്ക്കൊക്കെ. അപ്പോൾ നോക്കി കണ്ട് വാങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ കഴിച്ച് ഞാൻ ഇത് ഓഫാക്കിയിട്ട് ഒന്ന് മേത്തേക്കട്ടെ. കാരണം എനിക്ക് പാട്ടിടാതൊന്നും ചെയ്യാൻ കഴിയില്ല. പാട്ടാണ് എനിക്ക് മെയിൻ. പാട്ടുണ്ടെങ്കിലേ ഒരു നേക്കുള്ളൂ. പിന്നെ ഇത് പാട്ടിട്ടുകാണ്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും, അപ്പോൾ അതും പറ്റില്ല. അതാണ്, പാട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം നീങ്ങി പോകില്ല. ഞാൻ വെറുതെ നിന്നാലും അപ്പം എന്തെങ്കിലും പാട്ടിട്ടും. എന്നിട്ട് പിന്നെ ഇവിടെ നിന്നാണ് പുതിയ കുപ്പായം ഫാൻ്റൊക്കെ മാറ്റിക്കാണ്ട് ഇങ്ങനെ കുറച്ച് മെയിനായിക്കാണ്ട് ഇങ്ങനെ വെറുതെ പുതിയ കുപ്പായ ഫാൻ്റൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയാട്ടൊക്കെ നിൽക്കും. അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ പരിപാടികളാണ്. അപ്പോൾ പാട്ട് ചെയ്യാതൊന്നും നടക്കില്ല എനിക്ക്. അപ്പോൾ പാട്ടിടട്ടെ, പാട്ടിടാൻ വെച്ചാൽ കോപ്പറേറ്റ് കൊണ്ട് ചെയ്യും. നമുക്ക് നോക്കാം കോപ്പറേറ്റ് കിട്ടുകയോ ചെയ്യാം. ഫുള്ള് കരുത്തി വെച്ച് ഇനി കുറച്ച് ഉണക്കാൻ വെക്കണം.
ഇനി ഇങ്ങനെ ഫാനും മുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരും, എന്നാലും പെട്ടെന്ന് ഉണങ്ങുള്ളൂ. അപ്പോഴത്തെ നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തറിയോ മൈൻഡൊക്കെ ഒന്ന് ഇതാവും. പിന്നെ എനിക്ക് ക്യാമറ ഓണാക്കാൻ വേണ്ടി, കാരണം ക്യാമറ ഓണാക്കുമ്പോൾ പാട്ട് നിൽക്കില്ല, ഓഫാക്കേണ്ടതാണ്, കാരണം കോപ്പറേറ്റ് കിട്ടും. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആ മൂടാണ് പോകും. അപ്പോൾ ഇങ്ങനെ പാട്ടായിട്ട് ഇങ്ങനെ പാട്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഗൈസ്, ഭയങ്കര ഒരു സംഭവമാണ്. പാട്ട് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഫീൽ ഗുഡ് പാട്ട് കേട്ടാൽ നമ്മൾ മൂഡ് ശരിയാവും. കാരണം പാട്ടിന് ഒരാളെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് ഒരു പാട്ടിനുണ്ട്. അത് ഓരോ പാട്ടിനനുസരിച്ച് നമ്മളെ ഇത് മാറും, ഇമോഷന് മാറും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വെക്കാം. ഒരു ഗാങ്സ്റ്റർ ലുക്കിലേ. തല്ലാൻ പോണവനുണ്ട്. എങ്ങനെ പറയുന്നു അങ്ങോട്ട് ഞാൻ വെറുതെ പോയാൽ മുഖം വെച്ചാണ്ട് എനിക്കറിയാം ഇങ്ങനെ റിയാക്ഷൻ എങ്ങനെയാണ്. ഇനി സ്വല്പം ഇംഗ്ലീഷ് ആവാം, ഞാൻ കണ്ടിട്ട് വരാം. കുളിക്കാൻ ഗൈസ്. അതിന് മുമ്പ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് മറ്റേ വ്ളോഗ് കണ്ടിട്ടില്ല, അതുകൂടി കണ്ടിട്ട് നമുക്ക് കുളിക്കാം. ഇവിടെ എന്താ ടാറ്റു അടിച്ച പോലെ ഉണ്ടല്ലേ ഗൈസ്. അങ്ങനെ ഒരു വ്ളോഗും കണ്ടു. ഇനി നമുക്ക് കുളിച്ചിട്ട് വരാം ഗൈസ്. കുളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാം. ഓക്കെ ജസ്റ്റ് കഴിഞ്ഞു, നമുക്ക് ചായ കുടിക്കണം. മച്ചാ മുട്ട തക്കാളി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയോളാം ഗൈസ്. പത്തിരിയും മുട്ടയും തക്കാളിയും എന്നിട്ട് വരാം ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ 12 മണിയായി ടൈം. രാവിലത്തെ ഫുഡ് ഇപ്പോഴാണ് കഴിച്ചത്. കുറച്ച് നേരം ഞങ്ങൾ ഫ്രണ്ട്ലി മാച്ച് കളിച്ചു ചങ്ങന്മാരെല്ലാം കൂടി. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു പരിപാടിക്ക് ഒരു കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കണം ഗൈസ്. അത് നോക്കട്ടെ, കുറച്ച് ആലോചിച്ചിരുന്ന് ഉണ്ടാക്കാനുണ്ട്. അത് നമുക്ക് ഒരു ദിവസം ഏതൊക്കെ ഫുഡ് കഴിക്കണം, അതേപോലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഗൈസ് ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ, ഇങ്ങോട്ട് വരാം, കാണാം ഗൈസ്. ഇമ്മച്ചിൻ്റെ ഐഡിയ കട്ടിപ്പത്തിരിയും പീനട്ട് ബട്ടറും തിന്ന് നോക്കാം. അരിപ്പൊടി ജീരകം പാടേ എന്താണ് ബായ് പാടാ. അരിപ്പൊടി ജീരകം മണ്ണളകത്താമല്ലി പവറാക്കി പാടാ. എന്താണ് ബായ്? ഓ എന്താ അതിന്റെ അർത്ഥം എന്താ? വൃത്തം ഇങ്ങനെ സ്വലാത്തല്ല പോലെ അങ്ങനെ 10 പറഞ്ഞേക്കാ. സുക്കൂർ ഇപ്പിച്ച് 15 ആക്കിയാലേ പാരേണ്ട സാധനം മേടിച്ചല്ലോ. അങ്ങനെ നഗനില്ല, അങ്ങനെ നഗനില്ല. അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല.
ഫുള്ളാവണില്ല അവനില്ല. അത് അങ്ങനെ വെക്കാൻ പറ്റില്ല, അങ്ങനെ വെക്കാൻ പറ്റൂല, അത് പറ്റൂല, അത് ഉടായിപ്പാണേ. ഇജ്ജ് തോറ്റുകണ്, ഇജ്ജ് തോറ്റുകണ്, ഇജ്ജ് തോറ്റുകണ്, ഇജ്ജ് തോറ്റുകണ്, 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 തോറ്റുകണ്. പോടാ വാടാ 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 എത്തിയോടാ. പറ്റില്ല. 50 പറയേണ്ട സാധനമാണ്, ഇജ്ജ് പറയേണ്ട സാധനമാണ് മേടിച്ചത്. മുറ്റത്തൊരു BMW മേടിച്ചാൽ ഇപ്പഴാണ് കൊണ്ടുവരും, ഇപ്പഴാണ് കൊണ്ടുവരാൻ, ഇപ്പഴാണ് കൊണ്ടുവരും. ആ അതാണ് 50 ആക്കണം. അത് വേണ്ട, നമുക്കൊരു ഷിഫ്റ്റ് ആക്കാം. ചെയ്യാ മാരുതി അറിയാ എത്ര മാരുതി പോകുമ്പോ നമ്മള് 25,000 എനിക്ക് എന്റെ വക ഒരു ചെറിയൊരു ക്ലാപ്പും തരും. 30 അടിക്കോ? 25 30 അടിക്ക. പിന്നെ 25 എന്റെ 30 അടിക്കുള്ള എന്ത് സാധനം? അപ്പൊ എനിക്ക് ആക്കാറിയാം, അതുകൊണ്ടല്ലേ എനിക്ക് ആക്കറിയാത്തതല്ലേ ഞാൻ ചോദിച്ചോളൂ. ആ നിർത്തരുതട്ടാ. ഇല്ല അമ്മനില്ല, ഇല്ല. ആ കഴിഞ്ഞു പാവാണ് ചെക്കൻ. കയ്യാണ് ഇനി ഉയിനാളി എന്റെ കുട്ടി എനക്കൊന്നും തരില്ല. എന്താ പറ്റി? വീണാ? ഇവിടെ നോക്കി കളിക്കണ്ടേ ഇതൊക്കെ. മറ്റേ ഇത് കാണിച്ചു കൊടുത്താ, പൈസ കാണിച്ചു കൊടുത്താ, പൈസ കാണിച്ചു കൊടുത്താ. ഓഫ് മോനെ, ആ കാഫിൻ്റെ ബസ്സിലെ അതൊന്ന് മുറുക്കി പിടിച്ചാ. ഓഫ് ആ ചെസ്റ്റും പാടി ചെസ്റ്റ് എന്താടാ അവിടെ കാണിച്ചെടുക്ക, പ്രേക്ഷകർ ചോദിക്കണ്ടേ. എന്ത് ലുക്കടാ ചെയ്. ആരെ സെറ്റ് ആയിക്കണ? നേരെ നിക്കണേ. എല്ലാരും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടാവൂലേ? ആരും ഇപ്പം എൻ്റെ വീട്ടിൽ എടുക്കണ്ട കേട്ടോ അല്ലേ? മോനെ എന്താ മലബാറിലുണ്ടാവും. മലബാറിലെന്തല്ലേ പറയത്? ഹലോ വാട്ടർ പ്രൂഫാണ്. $250 എന്തിന്? ഈ സാധനത്തിന് എന്താ തുണി എടുക്കണൊക്കെ നോക്കിക്കോ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ മാപ്പിട്ട് നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇടുന്നത്. എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം, എല്ലാം പാടിയും അടിച്ചു കയറ്റിയിട്ട് വന്നതാണ്. രാവിലെയല്ല 11:30 ആയപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഒരു 4 കട്ടിപ്പത്തിരിയും പിന്നെ ഒരു മുട്ടയും തക്കാളിയും കൂട്ടിയൊരു സാധനം അതടിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബത്തൊക്കെ തന്ന്, പിന്നെ ഒരു ഓറഞ്ച് തന്നു, പിന്നെ എന്താ പിന്നെ പീനട്ട് ബട്ടറും കട്ടിപ്പത്തിരിയും അങ്ങനെ തിന്നു. അപ്പോൾ തന്നെ ഫുള്ളായി. പിന്നെ 2 അടക്കാപ്പഴം തിന്നു. അതുകൊണ്ട് തോന്നുന്നു ഭയങ്കര ക്ഷീണം. എന്താടാ എന്താ വയ്യേ? ഇച്ചി എങ്ങനെ ഒരു ലുക്കില്ലേ? മുട്ട അടിച്ചോക്കെ ലുക്കാവും. ഇത് വെള്ളാണ്. ടഫ് സ്റ്റെപ്സ് ഓൺലി. ഞാൻ എന്താ പറയുക, തന്നേൽ എഡിറ്റ് കിട്ടി, ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ യാത്ര വന്നത്.
ഒന്ന് തമ്മിൽ എഡിറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. തമ്മിൽ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ ഇടയ്ക്ക് ക്ലിനിക്കിൽ നിന്ന് കോൾ വന്നു. ഇന്ന് 3:30 പോകണം വെച്ചാ 3:30 ഇനി വേണം. മമ്മി ചോറായോ? 3:30 വേണം. സിസ്റ്ററിനൊക്കെ പോവാണ്ട്. ചോറ് അയക്കണില്ലേ? ചോറ് വയ്ക്കാം. ഗുജറാത്തി ഞാൻ നോക്കണത് ചാർജർ. ഞാൻ ഇന്നും വിചാരിച്ചതേന് മറ്റേ ടൈം ടേബിൾ ഒന്ന് റെഡി ആക്കണം. വിചാരിച്ചാൽ മാത്രം പോരാ, അത് ചെയ്യുകൂടി വേണം. ആരോട് അറിയാണ്ട് എന്നോട് തന്നെ. ഞാൻ എൻ്റെ അധിക കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. കുറേ കാര്യങ്ങൾ വിചാരിക്കും, ഒന്നും ഞാൻ ചെയ്യൂല. പക്ഷെ അങ്ങനെ ആയാൽ ശരിയാവില്ല ഗൈസ്. നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്തണം, അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആദ്യം പോയി ചോറ് വെച്ചിട്ട് വരാം, എന്നിട്ട് ചെയ്യാം. ബി സീരിയസ്. എവിടെയെങ്കിലൊക്കെ എത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ലൈക്ക് ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ, കുറേ മുമ്പ് തുടങ്ങാൻ വിചാരിച്ചാണ്. ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ. ഈ 75 ചെയ്തപ്പോഴാണ് എന്താ പറയുക ഈ സാധനം കണ്ടിട്ട് തുടങ്ങിയത്. അതിൻ്റെ ശേഷം പിന്നെ സ്മൂത്തായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇനി നമുക്ക് അതേപോലെ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ടൈം ടേബിൾ ഒന്ന് റെഡി ആക്കണം. ഞാൻ ഇന്നലെ വിചാരിച്ചതിന് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കണില്ല. എൻ്റെ മടി കൊണ്ടല്ല, ഒന്നുമല്ല. പക്ഷെ അങ്ങനെ വിട്ടാറ്റില്ല. നമുക്ക് ചെയ്യണം. ചോറ് വെച്ചിട്ട് പെട്ടെന്ന് വരാം, എന്നിട്ട് ചെയ്യാം നമുക്ക്. യെസ്, ചോറ് വെച്ച് കഴിയുമ്പോൾ തന്നെ ക്ലിനിക്ക് പോകാൻ നേരമല്ലോ. എന്തെങ്കിലും കാട്ടാം. ഒന്നെങ്കിൽ രാത്രി, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് പ്ലാൻ ചെയ്യാം ഗൈസ്. ക്ലിനിക്കിൽ നിന്ന് പ്ലാൻ ചെയ്യാം. അത് നല്ലൊരു ഇതാണ് അല്ലേ? അത് നല്ലൊരു ഇതാണ്. ഫാൻ ഓഫ് ആക്കിയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, കറണ്ട് ബില്ല് കൂടും. അങ്ങനെ പൈസ ചോറ് കഴിക്കാം. കറി എന്താ? പ്രേക്ഷകരോട് പറയാനാണ് കറി എന്താന്ന്. ഗൈസ്, ഇന്നത്തെ ഫുഡ് താളും പരിപ്പും, പിന്നെ നല്ല മീൻ പറ്റിച്ചത്, പിന്നെ മത്തൻ കൂട്ടാൻ. എങ്ങനെയായിരുന്നു ഒന്ന്? എന്ത് കഴിച്ചിട്ട് വരാം ഗൈസ്. ഇപ്പം വേറെ ഒരാൾ വീട്ടുണ്ട്. പക്ഷേ എന്തിപ്പോൾ കഥ? ഇനി തല വന്നു തിന്നു കഴിഞ്ഞാണല്ലോ. ആ BKC ഏത് BKC? ആ ഒന്നുകൂടി എന്താടി? ചെരുപ്പുയ ഞാൻ എന്ത് തിന്നുണ്ടറിയോ? തേങ്ങ തന്നെയാണ്. ഗൈസ്, അങ്ങനെ നമ്മളെ ക്ലിനിക്ക് കഴിഞ്ഞു. ഒരു പാക്കറ്റ് വീറ്റ് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. വീറ്റ് നമുക്ക് പീനട്ട് ബട്ടർ ആയിട്ട് കൂട്ടി തിന്നാൻ. അപ്പോൾ പെരീക്കെത്തി ഗൈസ്. നമ്മൾ വെള്ളം കുടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, പിന്നെ ബുക്ക് വായിച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെ പരിപാടിയുണ്ട്. നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ഒരു ടൈം ടേബിൾ റെഡി ആക്കിയിരിക്കുന്നത്. ചെറിയ ടൈം ടേബിളാണ്, ചിലപ്പോൾ ഇനി അതിനനുസരിച്ച് മാറ്റി വരുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇനി കാര്യങ്ങൾ ചെയ്യാം ഗൈസ്. അങ്ങനെ ചോറ് വെച്ചതിനും സ്കെച്ചും കഴിഞ്ഞു. ഇനി വെള്ളം കുടിക്കാണ്ട് പിന്നെ ബുക്ക് വായിക്കാനുണ്ട്. അത് കൂടിയുണ്ട് ഗൈസ്. വെള്ളം ഒരു പകുതി കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രണ്ട് ചെയ്താൽ ഇന്നത്തെ ചാലഞ്ച് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്ത ദിവസം കാണാം ഗൈസ്. പിന്നെ നാളെ ഒരു ഇടങ്ങാറുള്ള ദിവസമാണ്. നാളെ കാറ്ററിംഗ് വർക്ക് ഉണ്ട്. കാറ്ററിംഗ് വർക്ക് എടുത്തുക്കണം. അപ്പോൾ അതും ചലഞ്ച് രണ്ടും പാടി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. നാളെ കാണാം ഗൈസ്. ബൈ.